വ്യക്തമാണ്. അപ്പോൾ സുധ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നാണ്. ശ്രീമതി സുധ. ഹലോ. ശ്രീമതി സുധയ്ക്ക് ബിഗ് ബോസിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇഷ്ടം അനുവിനെയാണ്. അനു ഇപ്പൊ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷെ അനുവിനെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു പയ്യനുണ്ടല്ലോ, എന്തോ നിതിനോ എന്തോ ഒരു കറുത്ത് ഒരു പയ്യനുണ്ടല്ലോ, ഒരു വട്ട പിടിച്ച് നടക്കുന്നേ. അവൻ അവളുടെ ബെഡിൽ കയറി കിടക്കുന്നു, അവൾ എടുക്കുന്നതെല്ലാം വലിയ പ്രശ്നമായിട്ട് കാണുന്നു. അവനെയൊക്കെ അങ്ങ് പറഞ്ഞു വിടും. ഇങ്ങനെയൊക്കെ ഉള്ള ആകെ പ്രശ്നങ്ങള്. എന്തായാലും നേരത്തെയൊക്കെയുള്ള ബിഗ് ബോസ് എത്ര നല്ലായിരുന്നു, ഇപ്രാവശ്യത്തെ മൊത്തം. അപ്പം ഞാൻ ഒരു കാര്യം ശ്രീ സുധയോട് ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് ഇന്നലെ ഈ ലക്ഷ്മി ഔട്ടാകുമെന്ന് സുധ കരുതിയിരുന്നോ? ലക്ഷ്മി നല്ല കുട്ടിയാ, അവള് നല്ലപോലെ കളിക്കുന്നുണ്ട്. പക്ഷേ ഇത് നേരത്തെ ചില വിവരങ്ങൾ ചിലർക്കൊക്കെ കിട്ടി. ഇപ്പം എന്നോട് ഗൗതം പറയുന്നത് വെള്ളിയാഴ്ച തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരൊക്കെ അറിഞ്ഞു ഈ ലക്ഷ്മി പുറത്താകുമെന്ന്. ഇത് ചില ഇൻ്റർനെറ്റ് ചാനലുകളിലൊക്കെ വരുന്നു. അപ്പോൾ അത് ശരിയാണോ? അതിനെതിരെ ഒരു നടപടി വേണ്ടേ ശ്രീ സുധ? തീർച്ചയായും വേണം സാറേ. അങ്ങനെ രഹസ്യം പുറത്തു പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഏതായാലും വൈകുന്നേരം ഇത് ഒറ്റയ്ക്കാണോ കാണുന്നത്? കുടുംബസമേതം ഇരുന്ന് എല്ലാവരും കുടുംബസമേതം ഇരുന്ന് കാണുന്നു. അപ്പോൾ അനു ജയിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത് അല്ലേ? അനു ജയിക്കണം. അനു പാവം കൊച്ചാ. ആണോ? എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കരയുന്നതുകൊണ്ടാണോ? അല്ല, ഇപ്പൊ അവൾ ഒത്തിരി ഒതുങ്ങിയല്ലോ. ആദ്യമൊക്കെ അവള് പ്രശ്നമായിരുന്നു, ഇപ്പൊ അവൾ ഒത്തിരി ഒതുങ്ങിയല്ലോ. അത് ഇപ്പം പക്ഷെ അവളെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, എന്തോ നിതിനോ എന്തോ അവന്റെ പേര്. അവനെയൊക്കെ അങ്ങ് ഔട്ടാക്കുക. എന്തിനാ കൊച്ച വളരെ മാനസികമായിട്ട് വിഷമിക്കുക. അവളുടെ ബെഡിൽ കയറി കിടക്കുക. അതുപോലെ തന്നെ അവൾ എടുക്കുന്നതിലെല്ലാം അവളെ വളരെ മോശമായിട്ടും തരം താഴ്ന്ന രീതിയിലാണ് സംസാരിക്കുന്നേ. അപ്പോൾ ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. രമേശ് എന്നോടൊപ്പം കോയമ്പത്തൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ രമേശ് കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ, കോയമ്പത്തൂർ. പാലക്കാടുകാരനാണെന്നാണ് എന്നോട് ഒന്ന് പറഞ്ഞു. ആണോ? അതെ, പാലക്കാടുകാരനാണ്. പാലക്കാട് എവിടെയാണെന്നാ പറഞ്ഞത്? പാലക്കാട് കുനിശ്ശേരിക്കാരനാണ്. അപ്പോൾ ശ്രീ രമേശ് കോയമ്പത്തൂര് ജോലിക്ക് പോയി മടങ്ങി വരികയാണ് അല്ലേ? അങ്ങനെയല്ലേ? അതോ അവിടെ സ്ഥിര താമസമാണോ? ഞാൻ അങ്ങനെ വരും, നാട്ടിലേക്ക് വരും അല്ലേ? നാട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ മലയാളികളൊക്കെ കോയമ്പത്തൂരൊക്കെ ബിഗ് ബോസ് ആസ്വദിക്കുന്നുണ്ടോ രമേശ്? ബിഗ് ബോസ് പറഞ്ഞ ഇത് എന്റെ അഭിപ്രായത്തിൽ അതൊരു പശ്ചാത്യ രാജ്യങ്ങളില്ലേ, അതിന്റെ ഒരു കൾച്ചർ ഇല്ല. ഞാൻ ഒരിക്കൽ കണ്ടിട്ട് എനിക്ക് അതൊരു ഭയങ്കര ബോറായിട്ട് തോന്നിയത്. അപ്പൊ പിന്നെ ഇതിന് ജിജ്ഞാസയില്ല, കൗതുകമില്ല, ചോർന്നാൽ അല്ലല്ല, അങ്ങനെയല്ല. ഇത് നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ചോദ്യം ഇതിലെ വിവരങ്ങൾ ചോരുന്നത് അങ്ങയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങ് കാണുന്നില്ല, വിവരങ്ങൾ ചോർന്നാൽ അങ്ങേ അത് കാണുന്നുണ്ട്. വീട്ടിൽ കാണുന്നുണ്ട്. അപ്പൊ അതിലെ ആരൗട്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചോരുന്നത് അങ്ങയെ ബാധിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ള അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തില്ലെങ്കിൽ അത് അഭിപ്രായം പറയാനുള്ളവർക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇല്ലാത്തവർക്ക് നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയണ്ട. അപ്പോൾ അറിയാവുന്നവർ അറിയാവുന്ന വിഷയത്തിൽ അഭിപ്രായം പറയണ്ട. അല്ല, അത് ആ വിഷയം ചർച്ച ചെയ്ത ദിവസം അങ്ങേക്ക് അത് പറയാം. ഇപ്പൊ ഇത് കാണുന്നവരുടെ അല്ല, ഇതെന്താ രമേശ് ഇത് മനസ്സിലാവാത്ത എന്താ? ഇത് ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കുമ്പോൾ ഇത് കാണാത്ത അങ്ങ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് എന്താ ഔചിത്യമാണുള്ളത്? ഒരു മിനിറ്റ്, അങ്ങ് ഇത് മറ്റൊരാൾക്ക് അവസരം കൊടുക്കുന്നേ. ഇതെന്താണ് ഇങ്ങനെ? എനിക്കിത് മനസ്സിലാത്തത്. ഒരാൾ തന്നെ പറയണം എന്നെന്താണ് നിയമം? ഇത് കാണുന്ന ആളുകൾക്ക് ഇതിൽ ജിജ്ഞാസ പോകുന്നുണ്ടോ? ഇതിൽ നിയമ നടപടി വേണമെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ അങ്ങ് ഇത് കാണുന്നില്ല, ഇതിൽ നിയമ നടപടി കർശനമാക്കണമെന്ന് ചോദിച്ചില്ല, അങ്ങേക്ക് അഭിപ്രായമില്ല. എന്നിട്ട് പിന്നെ അങ്ങ് ഇത് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരാൾക്ക് അവസരം കൊടുക്കൂ. ഇതിൽ ആ വിഷയത്തിൽ അഭിപ്രായമുള്ള ആൾക്ക്. അങ്ങേക്ക് ഈ വിഷയത്തിൽ അഭിപ്രായമില്ല, അങ്ങ് ഇത് കാണുന്നില്ല. ഓക്കെ. രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേർന്ന് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടല്ലേ? കുറേയധികം നാളായി. നമുക്ക് പഴയതുപോലെ ഇപ്പം വലിയ റഷ് ആയതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. നല്ല കാര്യം കിട്ടാത്തത് കൊണ്ടാണല്ലേ? അതെ അതെ, കൂടുതൽ ആൾക്കാർ അഭിപ്രായം പറയുന്നു, അതുകൊണ്ട് തിരക്ക് കൂടുന്ന നല്ല കാര്യമാണല്ലോ അത്. അല്ല, ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ വരും എന്നിങ്ങനെ ഇടക്ക് നോക്കാറുണ്ട്. തീർച്ചയായിട്ടും പറ്റിയോ? ആ തിരക്കായതുകൊണ്ടാണ് പരമാവധി ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതില് എനിക്ക് ഒരു കാര്യം സന്തോഷമുണ്ട്. കാരണം തിരക്ക് കൂടുന്നതിന് അർത്ഥം കൂടുതൽ ആൾക്കാർ അഭിപ്രായം പറയുന്നല്ലോ. അതെ, അപ്പൊ ഞാൻ പറയുന്നത് കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടണമെന്ന് തന്നെയാണ്. ചില ആളുകൾ എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ചില ആളുകൾക്ക് അവർക്ക് അറിയാത്ത കാര്യത്തിലും അറിയുന്ന കാര്യത്തിലും ഒക്കെ അഭിപ്രായം പറയണമെന്നുള്ളൊരു വാശി, അത് പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂർ ചില വിഷയങ്ങൾ വളരെ ഗൗരവമായി നോക്കിക്കാണുന്നത്. അപ്പോൾ അത്ര ആളുകളുടെ അഭിപ്രായം കേൾക്കാനാണ് മറ്റാളുകൾ ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടി പലപ്പോഴും ശ്രദ്ധയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ വിഷയം ഇപ്പം ഈ
ഈ ബിഗ് ബോസിലെ വിവരങ്ങൾ നേരത്തെ തന്നെ ചോർത്തുന്നു, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അത് വരുന്നു. അത് ഒരുപക്ഷെ സംഘാടകരുടെ ചില പിടിപ്പുകേടുകൾ അതിലുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സിനിമ പല കാര്യങ്ങൾ ഒരു ആസ്വാദനം ഒരു 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 മേഖലയാണ്. അതിനെ മുഴുവൻ തകർക്കുന്ന ഇത്തരം ഗൂഢാലോചനകളെ നമ്മൾ കുറെ കൂടെ ഗൗരവത്തിൽ നേരിടണോ ശ്രീ രാധാകൃഷ്ണൻ ചാത്തൻ? തീർച്ചയായും നിങ്ങൾ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ജിജ്ഞാസ കാണിക്കുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയമാണ്. നോക്കൂ, നമ്മളിപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അടക്കം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമൂഹത്തെ മെച്ചപ്പെട്ട നിലയിലേക്ക് നയിക്കുന്നതിന്, അഴിമതിക്കെതിരെ പോരാടുന്നതിന്, അധർമ്മത്തിനെതിരെ പോരാടുന്നതിനൊക്കെ ആണല്ലോ നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. അപ്പൊ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പോസിറ്റീവോ നെഗറ്റീവോ അത് അത്തരത്തിലുള്ള അഭിപ്രായം അവിടെ നിൽക്കട്ടെ, എങ്കിലും നിങ്ങൾ എടുക്കുന്ന ആ എഫർട്ട് ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ അഴിമതിയാണല്ലോ. ഇപ്പൊ കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതലാളിത്ത വിഭാഗങ്ങളോ ഒക്കെ തന്നെ ഇത് ലീക്ക് ചെയ്ത് ചില നമ്മളെ ക്രിക്കറ്റ് വാതുവെപ്പൊക്കെ ഉണ്ടല്ലോ, അതിന് സമാനമായിട്ടുള്ള ഒരു അഴിമതിയുടെ സ്വഭാവത്തിൽ ഇത് വരുന്നു എന്നുള്ളതാണല്ലോ താങ്കളുടെ ചോദ്യം. അല്ലെങ്കിൽ അങ്ങനെയാണോ? അതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഒരുപക്ഷെ അങ്ങ് പറഞ്ഞൊരു സാധ്യതയും കൂടി അതിനുണ്ട്. ഇത് പിന്നെ വാതുവെപ്പും കാര്യങ്ങളും പക്ഷേ ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഒരു പരിപാടി ഒരു വിഭാഗം അത് നന്നായി നടത്തുന്നു. പക്ഷേ അതിലെ ആദ്യത്തെ കാര്യങ്ങൾ ചോർത്തിയെടുത്ത് അത് ജയിക്കുന്ന വേറൊരാളാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണ് ഇന്ന് ഔട്ടാകുന്നത് എന്ന കാര്യങ്ങളൊക്കെ ആദ്യമേ ചില സൈറ്റുകളിൽ വരികയാണ്. അപ്പോൾ അത് അതിൻ്റെ മൊത്തത്തിലുള്ള കൗതുകത്തെ ബാധിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, ആധുനിക സാങ്കേതിക വിദ്യ അനുദിനം വർദ്ധിച്ചു വരികയാണല്ലോ. അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, നമ്മുടെ വിനോദ അഭിരുചികളൊക്കെ തന്നെ മാറുകയാണ്. അപ്പോൾ അഴിമതിക്കാരും അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും മറ്റു ലാഭം പ്രതീക്ഷിക്കുന്ന ഒരു കച്ചവട വിഭാഗം പുതിയ തലമുറയിലെ ഈ IT വിഭാഗത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ഈ സംവിധാനം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ സംവിധാനം, നമ്മുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സംവിധാനങ്ങളിൽ വരുന്ന പുതിയ ഈ വിനോദ പരിപാടികളാണല്ലോ ഇത്. അപ്പൊ അതിൽ പുതിയ തരത്തിലുള്ള അഴിമതിക്ക് അല്ലെങ്കിൽ ധനസമ്പാദനത്തിന് അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റെന്തെങ്കിലും നേട്ടത്തിനുള്ള ഉപാധിയായിട്ട് ദോഷെതിർക്കുകൾ അല്ലെങ്കിൽ ഏതിൽ നിന്നും പണം മാത്രം കൊതിക്കുന്ന ചിലർ പല രീതിയിൽ അത് വിനിയോഗിക്കാം. അതൊക്കെ ഇനി ചർച്ചയിൽ വരേണ്ടതാണ്. അത് ഒന്ന് ഗൗരവമായി നമുക്ക് ചിന്തിക്കാം. വളരെ വ്യക്തമാണ്. നാളുകൾക്ക് ശേഷം അങ്ങോട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അബ്ദുറഹ്മാൻ നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണ്. ശ്രീ അബ്ദുറഹ്മാൻ സജി എന്നോടൊപ്പം ചേരുന്നു കോഴിക്കോട് നിന്നാണ്. ശ്രീ സജി. അതെ, ഹലോ. ശ്രീ സജി, ഇന്നലെ ആര് പുറത്താകുമെന്നാണ് വിചാരിച്ചത്? സജി, ഇന്നലെ അക്ബർ പുറത്താകുമെന്നാണ് വിചാരിച്ചത്. എല്ലാവരും അക്ബർ പുറത്താകുമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ എങ്ങനെ, എനിക്കൊരു ചെറിയ സംശയം, ഇതിൽ ഈ എന്തെങ്കിലും ഒരു പാർഷ്യാലിറ്റി കാണിച്ചോ അക്ബറിനോട്? എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് പാർഷ്യാലിറ്റി കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ബിഗ് ബോസിന്റെ സംഘാടകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇതൊന്ന് മനസ്സിലാക്കും. കാരണം എന്നോടും പല ആളുകളും പറഞ്ഞത് അക്ബർ പുറത്താകുമെന്നാണ്. പക്ഷേ ചിലർ പറഞ്ഞു, നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു, പക്ഷേ ഇന്ന് ലക്ഷ്മി പുറത്താകുമെന്ന് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വരുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു. വെള്ളിയാഴ്ച തന്നെ അറിഞ്ഞു എന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ഗൗതം എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത് നേരത്തെ തന്നെ അറിഞ്ഞു, അത് ലീക്കാകുന്നു. അപ്പോൾ ഇത് ഇത്തരം പരിപാടികൾ ലീക്കാകുമ്പോൾ പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള കൗതുകം പൂർണ്ണമായി തകരുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതിന്റെ ഉള്ളിൽ തന്നെയാണ് സംഘാടകരുടെ ഉള്ളിൽ തന്നെ ഇതിൽ ചാരന്മാരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.